Assalamualaikum, welcome back to my channel, my tricks and tips. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പായസ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് ഒരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? ഇതുപോലെ ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു കപ്പ് സേമിയ, ഒരു 10 പിസ്ത, ഒരു 3 ടീസ്പൂൺ നെയ്യ്, പിന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും ആവശ്യത്തിന്. അതൊക്കെ നിങ്ങളെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുക, ഒരു 1/4 കപ്പ്, നിർബന്ധമില്ല, ഓപ്ഷണലാണ്. പിന്നെ 1 ലിറ്റർ പാല്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഏലക്കായും. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ നെയ്യിൽ നമ്മൾ ആ 1 കപ്പ് വെർമിസെല്ലി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ റോസ്റ്റ് ചെയ്യണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് റോസ്റ്റഡ് വെർമിസെല്ലി ആണുള്ളതെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ അല്ലാത്തതാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കളറിൽ മതി. ഇനിയും കളറായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നല്ലപോലെ പച്ചമണം മാറി കിട്ടണം. ഇത് നമ്മൾ ഉപ്പേരിയൊക്കെ ചിരകുന്ന കദ്ദുക്കസ് എന്ന് പറയുന്ന സാധനമില്ലേ, അതിൻ്റെ മുകളിൽ ഞാൻ ചിരകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ അതുമേൽ ചിരകി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് ആദ്യം നമ്മൾ നെയ്യൊന്നും ചേർക്കാതെയാണ് ഒന്ന് വഴറ്റിയത്. ഇനിയിപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ നെയ്യൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ല പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊന്ന് കുറച്ച് ചേഞ്ച് ആയി വരും. ഈ ഓറഞ്ചിൽ നിന്ന് കുറച്ചൊരു മഞ്ഞ കളറിലേക്ക് വരും കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണം, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത്. ഇനി നമുക്കൊരു പാൻ വെക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കാൻ വിചാരിച്ചത് ആ പായസത്തിൻ്റെ പാത്രം വെക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചാണ്. ഈ വെള്ളം നല്ല പോലെ ഒന്ന് കുറുകി വരണം അതിൽ, കാരണം വെർമിസെല്ലി വേവുകയും വേണം. ആ വെള്ളം ഒന്ന് അതിൽ വറ്റി വരണം. അതായത് വെള്ളം നമുക്ക് ആവശ്യമില്ല പായസത്തിന്. അപ്പോൾ ഇതൊന്ന് വേവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വെള്ളം യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഒരു 1/4 ഭാഗം വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് 1/2 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 ലിറ്റർ പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ആദ്യം ഉപയോഗിക്കുന്നത് 1/2 ലിറ്ററാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ഇതിന് സമയത്ത് നമുക്ക് അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് പഞ്ചസാരയും ഏലക്കായും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഏലക്കായ് പെട്ടെന്ന് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് പഞ്ചസാരേൻ്റെ കൂടെ ചേർത്തിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. അത് പൊടിച്ചെടുത്തതിന് ശേഷം പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ക്യാരറ്റും സേമിയവും ഈ പാലിൽ നല്ല പോലെ ഒന്ന് വെന്ത് കുറുകി വരണം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ക്യാരറ്റും സേമിയയും കൂടിയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടേസ്റ്റുള്ള പായസമാണ് ഇത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നോക്കിയിട്ട് ഇനി ഈ സമയത്ത് തിളച്ചൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്കായും പഞ്ചസാര പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ആ കുറുകിയിട്ടുള്ളത് കുറച്ചും കൂടെ ഒന്ന് ലൂസായി വരും. കാരണം പഞ്ചസാര അത് ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ ഒന്ന് ലൂസാവും. ഈ സമയത്ത് നമുക്ക് ലാസ്റ്റിലത്തെ 1/2 ലിറ്റർ പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 1 ലിറ്റർ പാൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി കണ്ടോ, ഞാൻ 2 ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താ ഈ കറുപ്പ് സാധനം ഒന്നും നോക്കണ്ട. അത് ഞാൻ പിസ്ത പൊടിച്ചപ്പോൾ അതിൻ്റെ തൊലി ഒന്ന് ഇതിലേക്ക് എൻ്റെ കൈമെന്ന് വീണാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമില്ല. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട കേട്ടോ. ഈ സമയത്ത് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പിസ്ത എടുത്ത് വെച്ചിട്ടില്ലേ 10 എണ്ണം, അതൊന്ന് ക്രഷ് ചെയ്യുക. അധികം പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി.
ഒരു രണ്ട് മൂന്ന് പീസായി കിട്ടിയാൽ മതി. അങ്ങനെ എന്നിട്ട് അതും കൂടെ ഇതിലോട്ട് ഇത് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കിടന്ന് വേവൊന്നും വേണ്ട. പിന്നെ പിസ്ത ചേർക്കുമ്പോൾ ഞാനിപ്പോൾ ഉപ്പുള്ള പിസ്തയാണ് ഈ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പായസത്തിൽ ഉപ്പ് ചേർക്കാഞ്ഞത്. അപ്പോൾ നിങ്ങളടുത്ത് പിസ്ത ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. പക്ഷേ പിസ്ത ഇട്ട് കഴിയുമ്പോൾ ആണ് ഈ പായസത്തിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക്, അഥവാ നിങ്ങൾ ഉപ്പില്ലാത്ത പിസ്തയൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മധുരം ബാലൻസ് ചെയ്ത് കിട്ടും. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഞാനെപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കാഞ്ഞത് ഇതിൽ ഓൾറെഡി പിസ്തയിലുള്ളത് കൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ 3 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂ പിന്നെ മുന്തിരിയും കൂടെ വറുത്തെടുക്കണം. അധികമൊന്നും വേണ്ട കേട്ടോ, 1 ടീസ്പൂൺ മാത്രം മതി നെയ്യ്. കാരണം നമ്മൾ ഓൾറെഡി 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊരു പകുതി റോസ്റ്റ് ആവുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ആ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒരേ വേവായി കിട്ടണം. അതുകൊണ്ടാണ് പകുതി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുന്തിരി പിന്നെ ചേർക്കുന്നത്, മുന്തിരി ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു നെയ്യ് കടന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടും ഒരേ പാകത്തിന് വെന്ത് കിട്ടും. കണ്ടില്ലേ, മുന്തിരിയൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല കാഷ്യൂ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പായസം നല്ല അടിപൊളി കളറായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു യെലോയിഷ് കളറായിരിക്കും ഈ പായസത്തിന്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു പായസമാണ് കേട്ടോ. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഈ സമയത്ത് ഇതിപ്പോൾ നല്ല ചൂടോട് കൂടിയാണ് കേട്ടോ ഉള്ളത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ലൂസായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ ഇത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഒരു പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ രൂപത്തിലാവും കേട്ടോ. ഈ പായസം ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. പായസമൊക്കെ നമ്മളെപ്പോഴും സെർവ് ചെയ്യുമ്പോൾ തണുത്തതിന് ശേഷം സെർവ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. കണ്ടോ, ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് പായസം. കണ്ടില്ലേ, നല്ലൊരു ലൈറ്റ് യെല്ലോ കളറാണ് ഈ പായസത്തിന് ഉണ്ടാവുക. ഈ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ പായസം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ഒരു പായസം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ആദ്യം വെർമിസെല്ലി നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തത് എന്തിനാണെന്നറിയോ? ഇതിങ്ങനെ തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പറയാൻ അന്നേരം വിട്ടുപോയതാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി പായസമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കൂ. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതേ സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.